ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ആണ്. അതെ, ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചാനൽ ഉമ്മച്ചിയാണ് പകുതി ചെയ്ത് തന്നിരിക്കുന്നത്. ഗാർലിക് ഉണ്ട്, പിന്നെ ജിഞ്ചർ ഉണ്ട്, ചെറിയൊരു ലെമണിന്റെ പീസ് ഉണ്ട്, പിന്നെ ഇത് കൊറിയാൻഡർ ലീവ്സും ഉണ്ട്, പിന്നെ നമ്മൾ ചിക്കനും ഫ്രഷ് ക്രീമും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിക്കൻ ക്രീമി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പാപ്പ ഇവിടെ ഉപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നൈറ്റിൽ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള കുക്കിംഗ് ആണ്. കാരണം ആമീന്റെ എക്സാമും പഠിത്തവും ഒക്കെ കഴിഞ്ഞിട്ട്, എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മൺഡേ തൊട്ട് തുടങ്ങും. പിന്നെ 5 ദിവസത്തേക്ക് തന്നെ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ആമി ഫുഡൊക്കെ ഉണ്ടാക്കാന്നുള്ള പരിപാടിയിൽ സ്പെഷ്യൽ ഇവിടെയുള്ള ഫുഡൊന്നും നമുക്ക് വേണ്ട, ആമി സ്വന്തം ഉണ്ടാക്കാമെന്ന് പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് നോക്കാമേ കുക്ക് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മളെ ബട്ടറും കൂടെ ഇട്ടിട്ടുണ്ട്. അൺസാൾട്ടഡ് ആണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അതെ, ഇനിയിപ്പം ആമിക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കും. ഇതിൽ കുറച്ച് പെപ്പർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇച്ചിരി സോൾട്ട് ഇടാൻ പോവാണ്. ആമീൻ്റെ കുക്കിംഗ് ആണ്, പക്ഷേ അല്ലേ ആമിക്ക് ചിക്കനൊക്കെ ഇങ്ങനെ ചെയ്യാൻ കുറച്ച് മടിയല്ലേ? മടിയല്ല, എനിക്ക് അറിയില്ല, ഇതൊന്നും അറിയില്ല. പിന്നെ ആമി പറഞ്ഞു തന്ന റെസിപ്പി വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കണം. ഇന്ന് ആമീൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ഇറ്റ് വെൽ അല്ലേ? അപ്പം നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട്. അതെ, അപ്പം നോക്കണം, മാറ്റി പിടിക്കണം. അപ്പം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? ചിക്കൻ എടുക്കണം. ചിക്കൻ അല്ല, കുക്ക് ചെയ്യാൻ വന്ന ആൾക്ക് ഇതൊന്നും അറിയില്ല. അത് അല്ല, എന്തെങ്കിലുമൊക്കെ ഇടണം. പറഞ്ഞല്ലേ അല്ലേ, നമ്മളെ ഹെൽപ്പ് ചെയ്യല്ലേ. നമ്മൾ ഗാർലിക്കും പിന്നെ എന്താ പറയാ ഇഞ്ചി അതും കൂടെ ഇട്ട് വെച്ചത് എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് സോട്ട് ചെയ്യും. മിക്സിങ്ങിലാണ് കഴിവുള്ളത്, ബാക്കിയുള്ളതൊന്നുമില്ല എന്ന് ഞാൻ പറയും. പാപ്പനത് ചെയ്യാനായിട്ടില്ല, പാപ്പ കുഞ്ഞു ബേബി അല്ലേ. പാപ്പുല്ലേ, പാപ്പു എന്ന് പറഞ്ഞിരിക്കുന്ന ഗൈസ്, നമ്മള് പാപ്പു വലുതാവുമ്പം എന്താണ്, പാപ്പു കൊറേ ബിരിയാണി ഒക്കെ ഉണ്ടായിട്ട് നമ്മളോട് പറഞ്ഞത്. പാപ്പു നല്ല കുട്ടിയല്ലേ, ഗുഡ് ഗേൾ ആണല്ലോ. പാപ്പു എനിക്ക് ചിക്കൻ എടുത്തായിരുന്നേ. പാപ്പു ചിക്കൻ എടുത്തരും. പാപ്പുന്ന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഭയങ്കര ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു ക്രീമി ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കലൊക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കി സെറ്റായി കഴിയുമ്പോൾ നമ്മളെ ചിക്കൻ ഭയങ്കര എളുപ്പം പരിപാടിയാണ്. ഇത് ശരിക്കും നമ്മള് ചോറിന്റെ കൂടെ ഒക്കെയാണ് നല്ല ടേസ്റ്റ്. ഈ റൈസിന്റെ കൂടെ ഉണ്ടാക്കിയതാണോ? അല്ല, പാപ്പുമാണ് എനിക്ക് പറഞ്ഞു തന്നെ ഈ റെസിപ്പി. ചെറുതായിട്ട്, കാരണം ഞങ്ങള് ഗ്യാസ് ആയതുകൊണ്ടുള്ള അതിലൊന്നും ചെയ്യിപ്പിക്കാത്തോണ്ടേ. അപ്പൊ ഞങ്ങൾ നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ കൊടുത്തിട്ട് പാപ്പുവിനെ ഹാപ്പി ആക്കി നമ്മള് ചിക്കൻ ഇടാൻ പോവാണ്. ഓക്കെ, ആമി പറയും, പാപ്പ പറയും, നമ്മളിനി എന്താ ചെയ്യുമ്പോഴേ ചിക്കൻ ഇടാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ടാണ് നന്നായിട്ടൊന്നിനി വേവണം. നേരം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ചിക്കൻ ഏകദേശം ഇതേപോലെ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതൊന്ന് കുക്കായി ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ക്രീം ഒഴിക്കേണ്ടത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വിശന്നിട്ട് വയ്യ. അന്ന് പറഞ്ഞു നോക്കൂ, എനിക്ക് രാത്രി ലേറ്റ് ആയില്ലേ ഫുഡ് കഴിക്കാൻ. നമ്മളെ ക്രീം ഒഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ക്രീം ഒഴിക്കാൻ വേണ്ടി പോകണം. ഞാൻ ഷേക്ക് എടുത്ത് ഒഴിക്കണം കേട്ടോ. മതി മതി മതി, അത്ര മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം വേണോ വേണ്ടോ. മറ്റേ ഒരു ചിക്കൻ ചിക്കൻ ആണിത്, അതാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കല്. അത് കുറച്ച്
കുറച്ചുകൂടെ ക്രീമാണ്. കുറച്ചുകൂടെ ക്രീം വേണമെന്നാ. പക്ഷെ ആമി റെസിപ്പി രസമായി വരുന്നുണ്ട് അല്ലേ? എന്റെ റെസിപ്പി എപ്പോഴും അങ്ങനെയാണ്. ഇനി പാപ്പു ഇതിൽ ഒരു സാധനം ഇടേണ്ടതായിട്ടുണ്ട്. അത് പാപ്പുവിനെ കൊണ്ട് ജസ്റ്റ് ഇടിപ്പിച്ചാൽ മതി കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എനിക്ക് ചോറ് കൊണ്ടൊന്നും ഇത് ശരിക്കും എന്തെങ്കിലും പത്തിരി ദോശ അതിനൊക്കെ അല്ലേ വെച്ച? അല്ലെ പിന്നെ ഗീ റൈസ് വേണം. നല്ല ഗീ റൈസ് സൂപ്പർ ആയിരിക്കും. പിന്നെ എല്ലാം അതേപോലെയാണ് ആക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ലീവ്സ് ഒക്കെ ഇടുന്നത്. എന്ത് ലീവ്സ് ഇടുന്നത്? മറന്നു പോകുന്നതാണ്. നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ എന്താ പറയാ, കറക്റ്റ് അഫ്ഗാനിഷ് ചിക്കനാണ് ഇത്. ഞാൻ അങ്ങനെ പറയല്ല, ഇത് കഴിച്ചു നോക്കുമ്പോൾ അതേ ടേസ്റ്റാണ്. ഇത് ഉമ്മാന്റെ റെസിപ്പിയും ഇത് ഞാൻ പറഞ്ഞതുമാണ്. ഞാൻ കഴിച്ചൊരു ടേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഏതായാലും നമ്മളെ ക്രീമി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും അഫ്ഗാനി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ. അപ്പൊ സിമ്പിൾ റെസിപ്പിയാണ്. കുറച്ചുകൂടി ഫാസ്റ്റ് ചെയ്താൽ പെട്ടെന്നാവും. ഞങ്ങൾ കുറച്ച് വിശന്ന് ചെയ്തുകൊണ്ട് കുറച്ച് സ്പീഡ് കുറവായിരുന്നു. അല്ല, സ്പീഡ് കൂടുതലായിരുന്നു ശരിയാ. പക്ഷെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല പൊറോട്ടേന്റെ കൂടെയോ ഗീ റൈസിന്റെ കൂടെയൊക്കെ പോയി കഴിക്കട്ടെ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പക്ഷെ അടിപൊളിയായിട്ടുള്ള സാധനം. കോപ്പറേറ്റൻസ് അതിനെക്കാട്ടി വലിയ അടിപൊളി സാധനമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.